ഷോ ടൈം വെസസ് നൂഡിൽസ്. നൂഡിൽസ് എന്ന് പറയുന്ന മൂവി 2023 റിലീസായത്. ഹരീഷ് ഉത്തമൻ, അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഡയറക്ടറായിട്ടുള്ള മദൻ കുമാർ ദക്ഷിണമൂർത്തി എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറും ഒരു മെയിൻ ഓഫീസറുടെ റോളിൽ വരുന്നുണ്ട്. സോ അതിൻ്റെ കൂടെ തന്നെ ഒരു അഡ്വക്കേറ്റിൻ്റെ ക്യാരക്ടർ, ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സംഭവം ഒരു രാത്രി നടക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിട്ട് കുറച്ച് സീരിയസ് മോഡിലും പോകുന്ന ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള സംഭവം നടന്ന് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഒരു നൂഡിൽസിൻ്റേത്. ഒരു ആവറേജ് ടു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് മാത്രം നൽകുന്ന ഒരു മൂവിയാണ് നൂഡിൽസ്. പക്ഷെ ആരും ചോദിക്കാതെ അതിനൊരു റീമേക്ക് വന്നിട്ടുണ്ട് 2025. 11 അതിൻ്റെ കൂടെ തന്നെ റീസെൻ്റ് ആയിട്ട് ആമസോൺ പ്രൈം വീഡിയോയിൽ ഇറങ്ങിയ ഒരു കുറ്റാന്വേഷണ സിനിമയിലും നായകനായിട്ട് വന്ന നവീൻ ചന്ദ്രയാണ് ഇവിടെ ഈ ഒരു സിനിമയിൽ നായകനായി വരുന്നത്. അദ്ദേഹം ഹരീഷ് ഉത്തമൻ്റെ ആ ഒരു റോളാണ് ചെയ്യുന്നത്. ഇതേ സെയിം സ്റ്റോറി, വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ സംഭവങ്ങൾ മാറ്റമുണ്ടെന്നുള്ളതല്ലാതെ. സോ അങ്ങനെ പോകുന്ന ഒരു സംഭവത്തിന്റെ കഥ പറയുന്ന ഒരു മൂവിയാണ് ഷോ ടൈം. ഇത് മൂവിയും ഒരു ആവറേജ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് മാത്രമാണ് തരുന്നത്. ചില പെർഫോമൻസസ് രണ്ട് സിനിമയ്ക്കകത്തും ചിലത് മെച്ചവും ചിലത് മെച്ചമല്ലാതെയും ആവുന്നുണ്ട് എന്നുള്ള സിനിമയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹരീഷ് ഉത്തമന്റെ ക്യാരക്ടറും ഈ ഒരു നവീൻ ചന്ദ്രയുടെ ക്യാരക്ടറും, ഈ രണ്ട് സിനിമയ്ക്കകത്തും നവീൻ ചന്ദ്രയുടെ പെർഫോമൻസ് ആണ് ഇന്റൻസ് ആയിട്ടുള്ള സീക്വൻസസ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്. അതിന്റെ കൂടെ തന്നെ ഇതിൽ വരുന്ന അഡ്വക്കേറ്റിന്റെ ഒരു റോളുണ്ട്. അഡ്വക്കേറ്റിന്റെ റോള് ഈ ഒരു തെലുങ്കിൽ വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് നൽകിയിട്ടുണ്ട്. മറ്റേത് മോശമാണ് എന്നല്ല, പക്ഷേ ഈ ക്യാരക്ടർ വൈസും ആ ഒരു പെർഫോമൻസ് വൈസും ഈ ഒരു സിനിമയിൽ ഒരു എന്റർടൈൻമെന്റ് ഫാക്ടർ വരുന്നത് ഈ ഒരു കഥാപാത്രം വരുമ്പോഴാണ്. സോ അതിന്റെ ഒരു ഗുണം ഈ ഒരു മൂവിക്ക് ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ തമിഴിൽ വരികയാണെങ്കിൽ ഇതും ഭാര്യയുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഈ ഒരു ആക്ട്രസ്, നേരത്തെ മണ്ടയിലൊക്കെ അഭിനയിച്ച ആ ഒരു ആക്ട്രസ് ആണ്. സോ ആ ഒരു പെർഫോമൻസ് ഈ ഒരു തമിഴിലായിരുന്നു കുറച്ചും കൂടെ ബെറ്റർ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഈ ഒരു മദൻ കുമാർ ദക്ഷിണമൂർത്തി ചെയ്തിരിക്കുന്ന ഈ ഒരു ക്യാരക്ടർ, ഈ ഒരു പോലീസിന്റെ ക്യാരക്ടർ തമിഴിൽ അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ടാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു തെലുങ്കിലോട്ട് വരുമ്പോൾ അതൊട്ടും വർക്കൗട്ട് ആയിട്ടില്ല എന്നുള്ളത് ഈ ഒരു സിനിമയുടെ ഒരു വലിയ നെഗറ്റീവാണ്. ഈ ഒരു തെലുങ്കിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് അതാണ്. സോ പിന്നെ പറയുന്നത് സ്റ്റോറി വൈസും നടക്കുന്ന ഇന്ത്യൻ സംഭവങ്ങൾ ബേസിസ് ഒരു ഈഗോ ഡ്രിഫ്റ്റിനെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ്. അതായത് ഇവര് രാത്രിയിൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഒരു ഫാമിലിയിൽ അവിടെ കൂടെ താമസിക്കുന്ന ആ ഒരു അപ്പാർട്ട്മെന്റിൽ അവിടെ താഴെ കൂടെ താമസിക്കുന്ന എല്ലാവരും ചേർന്ന് ഒരു ഡംഷരാസ് കളിക്കുന്നു. സോ അങ്ങനെ കുറെ സംഭവങ്ങൾ നടക്കുമ്പോഴത്തേക്കും ഈ ഒരു പോലീസുകാർ വരുന്നു. ഒരു ന്യൂസൻസ് ഉണ്ടാകുന്നതെങ്കിൽ അടുത്തുള്ള ആളുകൾ കംപ്ലൈന്റ് കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു പോലീസുകാർ വരുന്നു. സോ അങ്ങനെ ഒരു പോലീസുകാരുമായിട്ടൊരു ചെറിയ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. സോ അതിനെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഒരു സിനിമ പറയുന്നത്. സോ ഇതൊരു പുതുമയുള്ള സ്റ്റോറി ഒന്നുമല്ല, നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു സംഭവം നടക്കുന്നു, അതിനെ ബേസ് ചെയ്ത് എങ്ങനെയാണ് അതിൽ നിന്ന് ഈ ഒരു ക്യാരക്ടേഴ്സ് രക്ഷപ്പെടുന്നത് എന്നുള്ളതാണ് സ്റ്റോറി എന്ന് പറയുന്നത്. സോ അങ്ങനെ പോകുന്ന സിനിമയിൽ മേക്കിങ്ങിന്റെ പല പ്രശ്നങ്ങളും ഈ ഒരു രണ്ട് മൂവീസിലുമുണ്ട്. കാരണം ആ ഒരു ലെവല് ഇന്റൻസിറ്റി ചിലയിടങ്ങളിൽ മിസ്സിംഗ് ആണ് എന്നുള്ള പ്രധാന പ്രശ്നമാണ്. അതിൻ്റെ കൂടെ തന്നെ ചില പെർഫോമൻസുകളും നേരത്തെ പറഞ്ഞ പോലെ വർക്കൗട്ട് ആവാത്തത് രണ്ട് മൂവിയുടെ പ്രശ്നമാണ്. സാധാരണ ഗംഭീര റിപ്പോർട്ട്സ് ഒക്കെ കിട്ടിയ മൂവീസ് റീമേക്കിന് പണ്ടും ഇപ്പോഴും പോകാറുണ്ട്. പക്ഷേ ഒരു ആവറേജ് ടു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് കിട്ടി ഈ ഒരു മൂവിയുടെ റീമേക്ക് എന്തിനായിരുന്നു എന്നുള്ളത് ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ്. അതുകൊണ്ട് തന്നെ രണ്ട് മൂവിയും അത്യാവശ്യം നെഗറ്റീവ് ഔട്ട്പുട്ടാണ് തരുന്നത്. സോ താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. ഈ ഒരു ഷോർട്ട് ടൈം ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുണ്ട്.